ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, നമ്മളും സുഖമായിട്ട് പോകുന്നുണ്ട് അൽഹംദുലില്ലാ. പ്രതീക്ഷിക്കാതെ നമുക്കിന്നൊന്നും വിരുന്ന് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു കുഞ്ഞു പാർട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും നമ്മൾ വീട്ടിലെ ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്നത്തെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ ഞാൻ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് റെഡി ആയിട്ട് കിച്ചണിലെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇടിയപ്പം എന്ന് പറയുമല്ലോ, നമ്മളിവിടെ സ്ഥിരമായിട്ട് നൂൽപുട്ട് എന്നുണ്ടോ പറയുക. അപ്പോൾ അതാണ് ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂൽപുട്ട് നമുക്കങ്ങനെ റെസിപ്പി വല്ലാണ്ട് പറയാനൊന്നുമില്ല, എല്ലാവരും ഉണ്ടാക്കുന്നതും എല്ലാവർക്കും അറിയണതും ഒക്കെ തന്നെയാണല്ലോ. പക്ഷേങ്കിൽ ഇതിൻ്റെ കൂടെ ഞാനിന്ന് ഉണ്ടാക്കുന്ന കൂട്ടാനുണ്ടല്ലോ, അത് കുറച്ച് ടേസ്റ്റിയാണ്, അടിപൊളിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നൂൽപുട്ടിൻ്റെ റെസിപ്പി പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. എന്നാലും ചിലരൊക്കെ പറയലുണ്ട് അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോകുന്നുണ്ട്, നന്നായിട്ട് കിട്ടണില്ല എന്നൊക്കെ കേട്ടോ. അത് എന്താ പറയുക, ചില പൊടിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണതിൻ്റെ ആ ഒരു വ്യത്യാസം കൊണ്ടും കൂടി ആയിരിക്കും കേട്ടോ. നമുക്കിത് ഞാനിപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുന്നത് നല്ല ചൂടുള്ള വെള്ളത്തിൽ അരിപ്പൊടി കുഴച്ചെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ. പൊടി ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ഫ്ലോപ്പായി പോകലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മുന്നൊക്കെ ഞാനും ഉണ്ടാക്കുമ്പോൾ നൂൽപുട്ട് അത്ര റെഡിയായിട്ട് കിട്ടലൊന്നുമില്ല. ഉണ്ടാക്കിയ സമയത്ത് നല്ല അടിപൊളിയൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായി പോകലുണ്ട്, എന്തോ കഴിക്കാനൊരു ടേസ്റ്റ് ഇല്ലാത്തൊക്കെ പോലെ തോന്നലുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കി അതങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ അരിപ്പൊടി കുഴച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽപുട്ടൊക്കെ അവിടെ റെഡി ആവുന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കറി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചൂടായിക്കണോ നോക്കാൻ ഞാൻ കൈ ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് മാത്രം, ഒന്നും കൂടി തത്തിയ പണി കിട്ടിയിരുന്നു. ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടലുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിവിടെ എടുത്തു പറഞ്ഞത് കേട്ടോ. കിച്ചണിൽ നിന്ന് കൈ പൊള്ളാത്തൊരു വീട്ടമ്മ ഉണ്ടാവുമോ? കുറവായിരിക്കും അല്ലേ. ഏതെങ്കിലുമൊക്കെ രീതിയിൽ പൊള്ളിയ കഥകളൊക്കെ പറയാൻ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് നിന്നാലും ഇടയ്ക്ക് നമുക്ക് ബുദ്ധിക്കൊരു മിസ്റ്റേക്ക് പറ്റലുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ശ്രദ്ധിച്ചൊക്കെ കുക്കിങ്ങൊക്കെ ചെയ്യുക. എനിക്ക് എപ്പോഴും പണി കിട്ടലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒലീവ് ഓയിൽ കയ്യിൽ കൂടെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമായിട്ടോ വലിയ കൂടുതലായിട്ടൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല അൽഹംദുലില്ലാ. അപ്പോൾ അതാ നമ്മളെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജോറായി നടക്കുന്നുണ്ട്. സ്പൈസസ് ഒക്കെ ഇങ്ങോട്ട് മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇങ്ങോട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സവാള ഇങ്ങോട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറണ വരെ ഒന്ന് ഇങ്ങോട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി പച്ചമുളക് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നല്ല പഴുത്ത തക്കാളിനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആയിരിക്കും ടേസ്റ്റ് കേട്ടോ. ഇപ്പോഴത്തെ തക്കാളി കാണുമ്പോൾ നമുക്ക് നല്ല പഴുത്തതായിട്ടും അടിപൊളിയായിട്ടൊക്കെ തോന്നും, പക്ഷേങ്കിൽ വെന്ത് കിട്ടാൻ ചിലത് ഭയങ്കര പാടാണ്, നല്ല കല്ല് പോലെ കിടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അല്ലാത്തത് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അപ്പോൾ ആ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഇങ്ങോട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഇങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് തക്കാളിയും പച്ചമുളകും സവാളയും ഒക്കെ നല്ലപോലെ ഇങ്ങോട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഏകദേശം ഒരു എണ്ണ തെളിയണ ഒരു പരുവായി കിട്ടുമല്ലോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുത്തെങ്കിലേ ഈ ഒരു സംഭവം ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് മുളക് പൊടി വേണ്ട കേട്ടോ. നമുക്ക് എരിവിനായിട്ട് പച്ചമുളക് ആദ്യം ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കി കുരുമുളക് അത്ര തന്നെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് പെപ്പർ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പെപ്പർ ഇല്ലാതെ ഒരു രക്ഷയില്ല, പെപ്പർ നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെയുള്ള കുരുമുളക് മിക്സിയിൽ അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ അതിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ, അപ്പോൾ പാക്കറ്റ് പൊടി ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ്, നല്ല നാടൻ കുരുമുളകല്ലേ. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതും കൂടി നല്ലപോലെ ഇങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനിയാണ് ബാക്കി പരിപാടി. അപ്പോൾ ഞാനിത് ആ ചട്ടി ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൽ എനിക്കിത് നടക്കില്ല എന്ന് തോന്നി. അത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കുറച്ച് കുഴിയുള്ളതാണ്, അതിൽ നമ്മളെ ഒരു എഗ് പെപ്പർ റോസ്റ്റ് റെഡിയാക്കാൻ പറ്റില്ല എന്ന് പിന്നെയാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ചട്ടി ഇങ്ങോട്ട് മാറ്റിയിട്ട് സെറ്റ് ചെയ്യുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അതാ കുറച്ച് പരന്നിട്ടുള്ള ഫ്രൈ പാനൊക്കെ പോലത്തെ ഒരു സംഭവം തന്നെ വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യം തന്നെ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു, പക്ഷേങ്കിൽ ഇരുമ്പ് ചട്ടിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ അതെടുത്തതാണ് കേട്ടോ. എപ്പോഴും വേഗം ഞാൻ അത് തന്നെയാണ് എടുക്കുക. എന്താ പറയുക, നോൺ സ്റ്റിക്ക് പാനേക്കാളും എനിക്കിഷ്ടം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവി കുറച്ചുകൂടി ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം എന്ന് പറയുമ്പോൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ഒഴിക്കണ്ട, ഒരിത്തിരി ചേർത്തിട്ട് അതൊന്ന് അങ്ങോട്ട് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. എല്ലാവരും കൂടെ ഒരു ഇണക്കത്തിൽ എടുക്കട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കട്ടെ. ഓവറായിട്ട് ഒഴിച്ചിട്ട് കറി പോലെ ആക്കി എടുക്കരുത്. ഇനിയിപ്പോൾ അത് ആ വെള്ളം ഇങ്ങോട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വരുന്ന ഒരു സമയത്താണ് ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നിയപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ പാത്രം കയ്യെത്തും ദൂരത്തുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇത്തിരി ഇത്തിരിയായിട്ട് ചേർത്ത് കൊടുത്തോണ്ടേ ഇരിക്കും. അതേപോലെ തന്നെ വെള്ളം, എനിക്ക് അങ്ങനെ ഒരു അടിപൊളി സ്വഭാവം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, എന്നാലും ഇടയ്ക്ക് കൈ അറിയാതെ ഉപ്പ് പാത്രത്തിൻ്റെ അങ്ങോട്ട് ഓവലുണ്ട് കേട്ടോ. എന്തായാലും ഓവറായിട്ടൊന്നും ചേർക്കില്ല, പക്ഷേങ്കിൽ അതൊരു ടെൻഡൻസിയാണ്. ഉപ്പ് ഇങ്ങനെ കാണുമ്പോൾ അതിൽ കുറവാണോ, ഇത്തിരി ഇട്ട് കൊടുക്കണോ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരലുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോഴത്തെ കറിയിൽ പാകം തന്നെയാണ് കേട്ടോ. ഉപ്പൊക്കെ ചേർത്തിട്ട് ഗ്രേവി നല്ലപോലെ കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മുട്ട എടുക്കണേൽ നമ്മൾ പിശുക്കൊന്നും കാണിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും ഗ്രേവിക്ക് ഞാനിപ്പോൾ 3 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഞാൻ ചായയും കൂടി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹറി ബെറിയാണല്ലോ. അപ്പോൾ അതവിടെ ചായ സെറ്റായി കിട്ടിയാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് 3 മുട്ടയാണ് ഞാൻ പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഗ്രേവിക്ക് അനുസരിച്ച് തന്നെ മുട്ട എടുത്തെങ്കിലേ ഞാൻ പറയുന്ന ഒരു ടേസ്റ്റിൽ ഇത് കിട്ടുള്ളൂ. 2 ഒന്നും എടുത്തിട്ട് പിഷ്ക്കാനൊന്നും നിൽക്കണ്ട. ഇത്ര ഒരു ഗ്രേവിക്ക് ഈ 3 മുട്ട കറക്റ്റാണ് കേട്ടോ. ആ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് അതൊന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു 3-4 സെക്കൻഡ് അത്ര മാത്രം ഒന്ന് വേവിച്ചെടുക്കാം. മുട്ടല്ലേ, അധികം വേവൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഗ്രേവിയൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യുമെന്ന് വേണ്ട കേട്ടോ. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് തിരിച്ചിടാനുള്ള ക്ഷമയും സൗകര്യവും ടൈമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ ടൈമില്ല, മക്കൾക്ക് സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സമയക്കുറവ് മൂലം ഞാനിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്. കാണുമ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. പെപ്പർ കുറച്ച് അധികം ഇടണം, അത് നിർബന്ധമാണ്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എഗ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നൂൽപുട്ടിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇതന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് പകരം കൊടുത്തേക്കാന്ന് കേട്ടോ. അറിയാമോൾക്ക് ഇങ്ങനത്തെ ഐറ്റംസുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാര്യം പറയേണ്ട, നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. ചോറ് ഏറ്റവും ഇഷ്ടമല്ല, പിന്നെ എന്നും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തയക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ചോറ് കൊടുക്കൂട്ടോ. എനിക്ക് ചോറ് കൊടുത്താലേ ഒരു സമാധാനമുള്ളൂ. ഇന്നിപ്പോൾ എന്തായാലും ഇതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്കൂളിലേക്കും കൂടി ഉള്ളതാണ് റെഡിയാക്കി. പിന്നെ ഉണ്ടല്ലോ, നമ്മളെ ഈ ഒരു ഗ്രേവിയിൽ നമ്മൾ കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി മക്കളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യലുള്ളൂ കേട്ടോ. ഒരുമിച്ച് എല്ലാ പണികളും തീർക്കാൻ പറ്റുന്ന ഒരു ശാരീരിക അവസ്ഥയിലല്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി എണീറ്റൊക്കെ വന്നിട്ടാണ് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ തലേ ദിവസത്തെ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞാനൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഫോൺ വെല്ലടിച്ചത്. പോയി നോക്കുമ്പോൾ അനിയത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഇന്നിപ്പോൾ വീട്ടിൽ പെട്ടെന്നൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കായിരുന്നു കേട്ടോ. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ധൃതി പിടിച്ചിട്ട് ഒരുങ്ങി പോകാനുള്ളൊരു മൂഡും അല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ഡിമാൻഡൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ വിടമാട്ടേ വന്നേ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ വിചാരിച്ചു കുറേ ആയി നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട്, ഇനിയിപ്പോൾ പ്രസവം കാര്യങ്ങളൊക്കെ ആയാൽ ഇങ്ങനത്തെ വിരുന്ന് പോക്കും സംഭവമൊക്കെ കുറച്ച് സമയത്തേക്ക് നടക്കൂലല്ലോ. അപ്പോൾ വിചാരിച്ചു ഒന്ന് പോയിട്ട് വരാമെന്ന് കേട്ടോ. അങ്ങനെ ഒരുങ്ങിപ്പിടിച്ച് ഇതാ അനിയത്തിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അനിയത്തിലൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ എത്തി. അപ്പോൾ അനിയത്തി നല്ല മുസമ്പി ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ അനിയത്തിൻ്റെ മോനാണ്. ഞാൻ കുറേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഡെലിവറി കഴിഞ്ഞ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനക്കിപ്പോൾ 6 മാസമായി. അപ്പോൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും കൂടി കൂടിയാലേ. ഇന്നിപ്പോൾ റിയമോളില്ല, മോനും ഇല്ല. കുട്ടികളില്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്കില്ലാതില്ല, കാരണം അവർക്കാണ് ഇവിടെ വരാൻ ഏറ്റവും ഇഷ്ടം കേട്ടോ. മേമൻ്റെ വീട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ എന്നെക്കാളും മുന്നേ ചാടി പുറപ്പെടുന്നത് അവരാണ്. പക്ഷേങ്കിൽ സ്കൂളുണ്ട്, സ്കൂളൊക്കെ ലീവാക്കിയിട്ട് നമ്മൾ വിരുന്നിനൊക്കെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രണ്ടാം ഇതാരും ആക്കിയതാ. കുഞ്ഞോളെ ചിക്കൻ ഫ്രൈ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തതാണ്, ടേസ്റ്റ് നോക്കിയാണ്.
ഞങ്ങൾ ഉമ്മാക്കും ഉപ്പാക്കും 5 മക്കളാണ് കേട്ടോ. 4 പെണ്ണ് ഒരാണു കേട്ടോ. അപ്പോൾ അനിയൻ ഇപ്പോൾ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് വിരുന്ന് വിളിച്ചതാണ് കേട്ടോ. അപ്പം പോണേൻ്റെ 2 ദിവസം മുന്നെയാണ് വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 5 ആളും കൂടിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നാത്തൂനുണ്ട്, അനിയൻ്റെ വൈഫ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ വോയിസ് കുറേ ഇതിലിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ബോറടി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാനെനിക്ക് എത്ര വൈകിയെങ്കിലും വരാമെന്ന് വിചാരിച്ചതും ഇതന്നെയായിരുന്നു റീസൺ കേട്ടോ. എല്ലാവരും കൂടിയാൽ അതൊരു പ്രത്യേക ഒരു ഫീൽ ആണല്ലോ നമ്മൾ സിബ്ലിങ്സ് കൂടുമ്പോൾ. പിന്നെ ഇനിയിപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ കൂടാ ഒന്നും അറിയില്ല. ശരിക്കും ഡെലിവറി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നങ്ങോട്ട് നമ്മൾ ബ്ലോക്കായി പോകുന്ന ഒരു അവസ്ഥയാണല്ലോ അല്ലേ. നമ്മളെ ആരൊക്കെയോ പിടിച്ചിങ്ങോട്ട് ലോക്കാക്കി ഇടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാനും വിരുന്നും പാർട്ടിയൊന്നും കൂടാനൊന്നും കഴിയൂല. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. ശരിക്കും നല്ല ക്ഷീണവും കേടൊക്കെ ആയിട്ട് കിടക്കുന്ന സമയത്താണ് അനിയത്തി ഈ ഒരു വിരുന്നിൻ്റെ കാര്യം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഞാനൊന്ന് വെയിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വെയിറ്റ് എന്നല്ല, എനിക്ക് പറ്റുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു രസമൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് വീട്ടിൽ നിൽക്കാനേ തോന്നിയില്ല. അപ്പോൾ പിന്നെ വേഗം തന്നെ ഒരുങ്ങി പുറപ്പെട്ടതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കി ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കിയതൊന്നുമില്ല, മന്തി ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. ഇവിടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ വരുന്നുണ്ടെന്ന് കേട്ടാൽ ഫോൺ എടുക്കുക, ഓർഡർ ചെയ്യുക, ഫുഡ് കൊണ്ടുതരിക. അങ്ങനെയാണ് സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി കേട്ടോ. എപ്പോഴും ഇവിടെ വന്നാൽ മന്തി മസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ ചിക്കനൊക്കെ അവിടെ വീട്ടിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടേബിളിലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതിന് മുന്നേ തന്നെ കിച്ചണിൽ പോയിട്ട് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ വേണ്ടപ്പെട്ടവരെ വീട്ടിലൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് എടുത്തോ കഴിച്ചോ എന്നൊക്കെ ഉള്ള ഫോർമാലിറ്റീസ് ഒന്നും നോക്കാതെ പാത്രമൊക്കെ തുറന്നിട്ട് കിച്ചണിൽ നിന്ന് പോയിട്ട് തന്നെ എടുത്ത് തിന്നാനൊക്കെ കഴിയുള്ളൂ അല്ലേ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ആലസ്യത്തിൽ കുറച്ച് നേരം അവിടെ ഇവിടെ ഇരുന്നും കിടന്നിട്ടോ വിശേഷം പറഞ്ഞിട്ടൊക്കെ സമയം പോയത് അറിഞ്ഞിട്ടുണ്ടെന്നില്ല. ഇനിയിപ്പോൾ അധികം നിൽക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ. മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇക്കാൻ്റെ ഉമ്മയും ഇപ്പം വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികൾ വരുന്ന സമയത്ത് അവരോടുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാനും അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് അനിയനും എല്ലാവരും കൂടെ തിരിച്ചവർ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ഒരു വിരുന്നായിരുന്നു കേട്ടോ. ഒട്ടും അറിയില്ലായിരുന്നു ഇങ്ങനൊരു വിരുന്ന് ഇവൾ ഒരുക്കണുള്ളത്. അപ്പോൾ എന്തായാലും ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ. നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില ഹാപ്പിനെസ് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ചിലപ്പോൾ അതൊരു വിഷമങ്ങളായിട്ടും വരും. അപ്പോൾ എല്ലതും നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാവണമല്ലോ അല്ലേ. അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ കടന്നു പോയിട്ടാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഞാൻ അവർക്ക് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.